ഹലോ എന്തല്ല വെൽക്കം ടു മൈ തായ്ലാൻഡ് വ്ലോഗ് പാർട്ട് 2. അങ്ങനെ ഉറങ്ങി 4 മണിക്കൂർ ഏതാണ്ട് എടുത്ത് നമ്മൾ മേഘങ്ങൾ മാത്രമല്ല വേറെയും കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. യെസ്, തായ്ലാൻഡല്ലേ ആ കാണുന്നത്. ഇങ്ങനെ കാണുന്നതേ വേറെ തന്നെ ഒരു ഫീലാണല്ലേ. അത്ര നേരം മേഘങ്ങൾ കണ്ട് ഉറങ്ങി എണീച്ച് ഫൈനലി നമ്മളവിടെ എത്താൻ പോവുകയാണ്. നല്ല എക്സൈറ്റഡ് ആണ് ആൻഡ് നല്ല ടയേർഡാണ്. റുദ്രുടെ നല്ല ഉറക്കമായിരുന്നു. അവനൊക്കെ വിളിച്ചെണീപ്പിച്ചു. അങ്ങനെ നമ്മൾ തായ്ലാൻഡ് എയർപോർട്ടിലേക്ക് കാലുകുത്തി ബാഗേജൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിമ്മ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തേക്കുള്ളൊരു സിമ്മാണ് നമ്മൾ വാങ്ങിയത്. ട്രൂ എന്ന് പറയുന്ന സിമ്മാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വ്ളോഗിൽ, അവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുന്നേ. അവരെയൊക്കെ കണ്ട് പിന്നെ അവിടെ ടൂറിസ്റ്റ് പോലീസ് എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ എയർപോർട്ടിൽ. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ പ്രിൻ്റ് ഔട്ട്സോ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. പൈസ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അന്വേഷിക്കാം. നമ്മുടെ പേര് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഒരു ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാം സെറ്റായി ക്യാബ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. അങ്ങനെ ക്യാബ് വന്നു. ബ്രോ നല്ല ചില്ലായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം വിശേഷം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നന്നായി ഉറങ്ങി എണീച്ചപ്പോൾ ഞാനൊരു ബോർഡ് അങ്ങോട്ട് കണ്ടു. ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഇപ്പം വരും കേട്ടോ. ഇത് തന്നെ, നിങ്ങൾ നോക്ക് എന്താ എഴുതിയിട്ടുള്ളതെന്ന്. യെസ്, ഇത് കണ്ടാൽ പിന്നെ എങ്ങനെ ഉറങ്ങാനല്ലേ. ആ ബോർഡ് കണ്ടതിന് ശേഷം പിന്നെ എൻ്റെ കണ്ണ് ചിമ്മിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ ഫുള്ള് പുറത്തുള്ള വ്യൂസ് നോക്കുമായിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങേരെ കണ്ടത്. ഇങ്ങേരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. തായ് ബാത്തിലെ ഇങ്ങയുടെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ ഡ്രൈവർ ബ്രോയോട് ചോദിച്ചു, ഇതാരാ ബ്രോ? അപ്പം പറഞ്ഞു തായ്ലാൻഡിലെ കിങ് ആണെന്ന്. നൈസ് ടു മീറ്റ് യു സർ. വെറുതെ അല്ല, ഞാൻ നല്ല കണ്ടുപരിചയം. അങ്ങനെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രൈവർ ബ്രോനോട് ടാറ്റ പറയുമ്പോൾ ഇച്ചിരി വിഷമം തോന്നി, കാരണം നല്ലൊരു മനുഷ്യൻ കേട്ടോ. നമ്മള് പട്ടായയിലെത്തി. നമ്മുടെ ക്യാബിന്റെ ഡ്രൈവറായിട്ടുള്ള പേര് കുറച്ച് ഡിഫിക്കലാണ്, പക്ഷെ നല്ലൊരു മനുഷ്യനായിട്ടാ. നല്ല കമ്പനി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. How to say thank you in Thai? Khop kun ka. Khop kun ka. Yes. Khop kun ka. Correct. Khop kun ka.